ഇന്നത്തെ കാലത്ത് ഈ വയലൻസ് ഫിലിംസ് യൂത്തിനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? മൊത്തത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഇപ്പൊ ഗ്രോ ആയി വരുന്നുണ്ട്. പണ്ടത്തെ കാലം ഇപ്പൊ കൂടുതൽ ആൾക്കാർ വയലൻസിലോടാണ് അട്രാക്ട് ആയി പോകുന്നത്. നമുക്കറിയാം, ഇപ്പൊ ചെറിയ പിള്ളേരാണെങ്കിൽ കൂടിയും അവർക്ക് കോമിക്സ് ബുക്സും കാര്യങ്ങളും നല്ല വേണ്ട. അതെ, അതൊക്കെ ഈ വയലൻസ് ആയിട്ട് ഫിലിം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ കുറച്ചും ത്രില്ലാണ്. ഇപ്പൊ കാർട്ടൂൺസ് കണ്ടാൽ പോലെ ആക്ഷൻസ് ആണെന്ന് പറയുന്നത്. സത്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചൈനീസ് ജപ്പാൻ ആനിമീസ് ഇറങ്ങുന്നുണ്ട്. അതിലൊക്കെ ആക്ഷൻസ് കണ്ടാൽ അവർ പോകുന്നത്. ഒരിക്കലും സ്റ്റോറി അല്ല, കാരണം അവർക്ക് സ്റ്റോറി അല്ല, ആക്ഷൻ കണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ഒരു കാര്യത്തിൽ നല്ലതാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എന്താവും, അത് അവര് ഒരു അഡിക്റ്റ് ആവും. പിന്നെ അത് കണ്ടാൽ അതുപോലെ തന്നെ ചെയ്തു തുടങ്ങും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ആക്ഷൻ മൂവി കണ്ടിട്ട് നേരെ വന്നിട്ട് ക്ലാസ് റൂമിൽ ട്രൈ ചെയ്ത് അങ്ങനെ കുറെ അടുത്തൊക്കെ എന്താ അമേരിക്കയിലൊക്കെ അതേപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം തോക്ക് കൊടുത്തോണ്ട് പോയിട്ട് വെടിവെച്ച് കൊല്ലുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു അധ്യാപകനും ഒരു സ്റ്റുഡന്റും മരിച്ചു, രണ്ടുപേർക്ക് എങ്ങാണ്ട് പരിക്കുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു ഒരു മൂവി കണ്ടിട്ട്, ഒരു ഹിന്ദി മൂവിനെ കണ്ടിട്ട് ഇതേപോലെ കോളേജിലേക്ക് സ്കൂൾ കേട്ടോ, കോളേജ് കൂടി അല്ല, സ്കൂളിലോട്ടാണ് ആലോചിച്ചേക്കണം. സ്കൂളിലോട്ട് തോക്കെടുത്ത് പോയിട്ട് വെടിവെക്കുക, എന്തോ പിള്ളേരുടെ ഭാഗ്യം കൊണ്ട് പറ്റിയില്ലെന്ന് മാത്രം. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുക, കാരണം ഇനിയും വയലൻസ് ആയിട്ടുള്ള മൂവീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഓഡിയൻസ് കൂടുതൽ നോക്കുന്നത് വയലന്റ് ആയിട്ടുള്ള മൂവീസ് ആണ്. സത്യം നോക്കിയാൽ ഇപ്പൊ വയലൻസുള്ള മൂവീസാണ് ഏറ്റവും കൂടുതലായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. കോടിയും 1000 കോടി 2000 കോടിയോടൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നത് വയലൻസ് ആയ മൂവീസാണ്. അത് ഫാമിലി ബേസ് ആയിട്ടുള്ള സ്റ്റോറീസ്, ഫീൽ ഗുഡ് മൂവീസിനൊക്കെ ഇല്ല കേറുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇതേപോലെ വയലൻസ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താ അത് വയലൻസേ കയറുള്ളൂ. അതെ, അത് 1, 2, 3 വട്ടം കൊണ്ടായിട്ട് പോയി കണ്ടിട്ട് അനുകരിക്കാൻ നോക്കുകയാണ് പിള്ളേര്. അതിപ്പോ എന്താണ് അവിടെ കാണുന്നത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ട് ഈ ബ്ലഡ് കണ്ട് കഴിഞ്ഞാൽ തല ഇറങ്ങുക, അങ്ങനെയുള്ള ടീംസ്. ഇപ്പൊ അവരൊക്കെ ഈ MBBS ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും, നഴ്സിംഗിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു മൂവി എന്ന് പറയുമ്പോൾ പ്രചോദനമാണ്. വെച്ചാൽ മൂവി എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല മൂവീസും നമുക്ക് ഒരുപാട് നല്ല മെസ്സേജ് തരുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജ് അല്ലാതെ ഇങ്ങനത്തെ വയലൻസ് മൂവി കാണുമ്പോഴും ഇവര് മെസ്സേജ് ആക്കി എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു മെസ്സേജ് ആക്കി. മൂവി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാവും, പക്ഷെ അവർ നോക്കുന്നത് വയലൻസ് മാത്രമേ, ഇത് മാത്രം എനിക്ക് ഫോർവേഡ് ചെയ്ത് പോയാൽ മതി. നമ്മുടെ ഇപ്പോൾ വയലൻസ് മാത്രമല്ല കേട്ടോ, വയലൻസ് മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രണയമാണെങ്കിൽ കൂടി നമ്മൾ ഈ പ്രണയം മൂവീസ്, റൊമാൻസ് മൂവീസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ ചെയ്യുക, കുറച്ചുകൂടി ആസ്വദിച്ചിട്ടുള്ളത് ഈ റൊമാൻസ് മൂവീസ് ആണ്. കാരണം ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമുക്ക് നമ്മുടെ പാർട്ട്ണർ ഓർമ്മ വരാൻ കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ എന്തായി, നേരെ വയലൻസ് മൂവീസ് അറിയാം. നമുക്കറിയാം ഇപ്പോ അധികം ഈ ഒരു റൊമാൻറ്റിക് ഫീൽഡിലെ മൂവീസ് കുറവാണ്. പകരം എന്താ, ഒന്നല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, റിവെഞ്ച്, അല്ലെങ്കിൽ ഇതുപോലെ വയലൻസ്. ഈ ഒരു 3 ഒരു ബ്ലഡ് ഇല്ലാത്തൊരു സിനിമ ഇപ്പൊ കാണാനായിട്ട് കുറവാണ്. അതേപോലെ തന്നെ ഇത് മൂവീസ് നമ്മൾ കാണേണ്ട രീതിയുണ്ട്. കാരണം ഇതെല്ലാം സ്റ്റോറി ബേസ്ഡ് ആണ്, ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ല. മൊത്തത്തിൽ റിയൽ ലൈഫ് നടക്കുന്ന കാര്യങ്ങളല്ല, എന്നാലും കുറച്ച് ആൾക്കാരുടെ ചില മൂവീസ് വരും, അങ്ങനത്തെ മൂവീസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് അവർ പറയുകയും ചെയ്ത് റിയൽ ലൈഫ് നടന്ന മൂവീസ്, അതിലധികം വയലൻസ് ഉണ്ടാവില്ല. ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം റിയൽ ലൈഫ് ബേസ്ഡ് മൂവിയാണ്. നമുക്കറിയാം അതിലധികം മാസമായിട്ടൊന്ന് കാണിക്കാൻ അങ്ങനെയൊന്നുമില്ല. എന്താണോ അവിടെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു നമുക്കറിയാം മിലിറ്ററി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതേപോലെ എല്ലാ ഇപ്പൊ വയലൻസ് മൂവി ആയിക്കോട്ടെ, റിവെഞ്ച് മൂവി ആയിക്കോട്ടെ, ഏതൊരു തരത്തിലുള്ള മൂവി ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഇറ്റ്സ് എ സ്റ്റോറി, ഇറ്റ്സ് ആൻ ആർട്ട്. അപ്പൊ അത് കാണുക, ആസ്വദിക്കുക, അത് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, അത് അവിടെ നിൽക്കുക, ഒരിക്കലും അതും കൊണ്ട് വീട്ടിലോട്ട് പോകരുത്. അതെ, ലൈഫിലോട്ട് അത് കൊണ്ടുവന്ന് അതൊരു ഇഷ്യൂ ആക്കി മാറ്റേണ്ട ആവശ്യമല്ല. സിനിമ ഇസ് ജസ്റ്റ് എ ഫൺ, ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ.